എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കാകോലുകീയത്തിലെ 12ാമത്തെ കഥയാണ്. അരിമർദ്ദനന്റെ ആവശ്യപ്രകാരം പ്രാകാരകർണൻ പറഞ്ഞ കഥയാണിത്. ഒരു ദേശത്തിൽ ദേവശക്തി എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന്റെ വയറിനുള്ളിൽ ഒരു സർപ്പം വസിച്ചിരുന്നു. സർപ്പസാന്നിധ്യം മൂലം രാജകുമാരൻ നിത്യരോഗിയായി തീർന്നു. പല നല്ല വൈദ്യന്മാരുടെ ചികിത്സ കൊണ്ടും അസുഖം മാറിയില്ല. നിരാശനായ രാജകുമാരൻ ഒരു ദിവസം ആരും അറിയാതെ രാജ്യം വിട്ട് മറ്റൊരു ദേശത്ത് ചെന്ന് ഭിക്ഷ യാചിച്ച കാലം കഴിച്ചു. ആ നാട്ടിലെ ബലി എന്ന രാജാവിന് 2 പുത്രിമാരുണ്ടായിരുന്നു. സൂര്യോദയ സമയത്ത് അച്ഛനെ നമസ്കരിക്കുമ്പോൾ ഒരു ദിവസം അവരിൽ മൂത്തവൾ പറഞ്ഞു, രാജപ്രസാദം കൊണ്ട് എല്ലാ സുഖങ്ങളും ലഭിക്കുന്നു, മഹാരാജാവ് വിജയിക്കട്ടെ. രണ്ടാമത്തെ മകൾ പറഞ്ഞു, കർമ്മഫലമനുസരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു, മഹാരാജാവ് വിജയിക്കട്ടെ. ഇത് കേട്ട് ദേഷ്യം വന്ന രാജാവ് മന്ത്രിയെ വിളിച്ചു, ഈ ദുർഭാഷിണിയായ പെണ്ണിനെ ഏതെങ്കിലും വിദേശിക്ക് പിടിച്ചു കൊടുക്കുക. ഇവൾ കർമ്മഫലമനുസരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കട്ടെ. രാജകൽപ്പനയനുസരിച്ച് മന്ത്രി ഇളയ രാജകുമാരിയെ ഭിക്ഷ യാചിച്ചു കഴിയുന്ന രാജപുത്രന് കൊടുത്തു. രാജകുമാരിയുടെ ചില വിശ്വസ്ത പരിവാരങ്ങൾ അവളോടൊപ്പം രാജധാനി വിട്ടിറങ്ങി. കുമാരിയാകട്ടെ നിത്യരോഗിയാണെങ്കിലും സുഭകനും കുലീനനും സുശീലനുമായ ഭർത്താവിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അദ്ദേഹത്തെയും കൂട്ടി ദൂരെ ഒരു നഗരത്തിൽ ചെന്ന് ജീവിച്ചു പോന്നു. ഒരു ദിവസം പുറത്തുപോയ രാജകുമാരി ഭർത്താവിനെ ഒരു കുളക്കരയിലിരുത്തി പരിവാരങ്ങളോടുകൂടി ആഹാരപദാർത്ഥങ്ങൾ വാങ്ങാനായി അങ്ങാടിയിലേക്ക് പോയി. രാജകുമാരനാകട്ടെ അവിടെ കണ്ട ഒരു പുറ്റിന്മേൽ തല വെച്ച് കിടന്നുറക്കമായി. രാജകുമാരൻ ഉറക്കം പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റിലെ സർപ്പം വായിൽ കൂടി പുറത്തു വന്ന് വായു ഭക്ഷിച്ചു തുടങ്ങി. ആ പുറ്റിനുള്ളിലും ഒരു സർപ്പം വസിച്ചിരുന്നു. ഈ സമയത്ത് ആ പാമ്പും പുറത്തിറങ്ങി. തമ്മിൽ കണ്ടപ്പോൾ 2 പാമ്പുകൾക്കും ദേഷ്യം വന്നു. പുറ്റിലെ പാമ്പ് വയറ്റിലെ പാമ്പിനോട് ചോദിച്ചു, ദുഷ്ടനായ നീ എന്തിനാണ് ഈ രാജകുമാരനെ ദ്രോഹിക്കുന്നത്? രാജകുമാരന്റെ വായിലിരുന്നു കൊണ്ട് പാമ്പ് മറുപടി പറഞ്ഞു, നീയും ദുഷ്ടൻ തന്നെയല്ലേ. ഈ പുറ്റിനുള്ളിൽ സ്വർണ്ണ നാണ്യങ്ങൾ നിറച്ച 2 കുടങ്ങളുണ്ടല്ലോ, നീ അവയ്ക്കൊരു ബാധയായി ഇരിക്കുകയല്ലേ. അപ്പോൾ പുറ്റിലെ പാമ്പ് ദേഷ്യത്തോടെ പറഞ്ഞു, പുളിച്ച പഴങ്കഞ്ഞിയിൽ കടുക് വേവിച്ച് രാജകുമാരൻ കുടിച്ചാൽ നീ ചത്തുപോകുമല്ലോ. അതു കേട്ടപ്പോൾ വയറ്റിലെ പാമ്പ് ചോദിച്ചു, ചൂടുള്ള എണ്ണയോ തിളച്ച വെള്ളമോ പുറ്റിലൊഴിച്ചാൽ നീയും ചത്തുപോകില്ലേ? സർപ്പങ്ങളുടെ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജകുമാരി തിരിച്ചെത്തിയിരുന്നു. അവൾ മറഞ്ഞിരുന്ന് സർപ്പങ്ങൾ പറയുന്നതെല്ലാം കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അല്പം വെള്ളം തിളപ്പിച്ച് പുറ്റിലൊഴിച്ച് സർപ്പത്തെ കൊന്ന് നിധിയെടുത്തു. തുടർന്ന് പുളിച്ച പഴങ്കഞ്ഞിയിൽ കടുക് വേവിച്ചു കൊടുത്ത് ഭർത്താവിൻ്റെ രോഗവും മാറ്റി. പിന്നീട് എല്ലാവരും കൂടി രാജകുമാരൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അച്ഛനും അമ്മയും ബന്ധുജനങ്ങളും രാജകന്യകയെ സാദരം സ്വീകരിച്ചു. തുടർന്ന് അവൾ ഭർത്താവിനോടുകൂടി ആ നാട്ടിൽ സസുഖം വസിച്ചു. പ്രാകാരകർണൻ തുടർന്നു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീവികൾ തങ്ങളുടെ ദൗർബല്യങ്ങൾ തമ്മിലറിഞ്ഞു മറച്ചുവയ്ക്കാതിരുന്നാൽ ആത്മനാശം വരുമെന്ന്. എല്ലാവരുടെയും അഭിപ്രായം കേട്ട അരിമർദ്ദനൻ സ്ഥിരജീവിയെ കൊല്ലേണ്ടെന്ന് നിശ്ചയിച്ചു. അതു കണ്ട് രക്താക്ഷൻ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി അഹിതമായ കാര്യം ഉപദേശിച്ച് പ്രഭുവിനെ നശിപ്പിച്ചു കളയുന്നുവല്ലോ. കൺമുമ്പിൽ വെച്ച് തെറ്റ് ചെയ്താലും മധുരവാക്കു കേട്ടാൽ മൂഢൻ മറിച്ച് വിശ്വസിക്കും. ബുദ്ധിശൂന്യരായ മന്ത്രിമാരാണ് ഒരു രാജാവിനുള്ളതെങ്കിൽ ആ രാജാവിൻ്റെ സർവസ്വവും നശിച്ചു പോകും.
രക്താക്ഷൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മറ്റു മൂങ്ങകൾ സ്ഥിരജീവിയെ ഉയർത്തിയെടുത്ത് തങ്ങളുടെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ സ്ഥിരജീവി അപേക്ഷിച്ചു, എനിക്ക് കുറച്ചു തീ ഉണ്ടാക്കി തരണം. തീയിൽ ചാടി എനിക്ക് ഈ കാകദേഹം ത്യജിക്കണം. രക്താക്ഷൻ ചോദിച്ചു, എന്തിനാണ് നീ തീയിൽ ചാടുന്നത്? സ്ഥിരജീവി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മേഘവർണ്ണന്റെ മർദ്ദനം അനുഭവിച്ചത്. പക വീട്ടാനായി അടുത്ത ജന്മത്തിൽ മൂങ്ങയായി ജനിക്കാനാണ് എനിക്ക് ആഗ്രഹം. ബുദ്ധിമാനായ രക്താക്ഷൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയെപ്പോലെ വക്രബുദ്ധിയും വഞ്ചകനും ചതുരകനുമായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങ് മൂങ്ങയായി ജനിച്ചാലും കാകജാതിയെ തന്നെയാണ് സ്നേഹിക്കുക. സ്വജാതി സ്നേഹം നിസ്സാരമല്ല. സ്വജാതി സ്നേഹിയായ എലിപ്പെണ്ണിന്റെ കഥ കേട്ടിട്ടില്ലേ? മറ്റു മന്ത്രിമാരുടെ അപേക്ഷയനുസരിച്ച് രക്താക്ഷൻ പറഞ്ഞ എലിപ്പെണ്ണിന്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. കാകോലുകീയത്തിലെ 12ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.